വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങാണ് മാംഗോ പുഡിങ്. ഇതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ അതുപോലെ തന്നെ കോൺഫ്ലോറോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത മാങ്ങ എടുക്കുക. അതുപോലെ നാരുകളില്ലാത്ത മാങ്ങയാണ് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നെട്ട് ഭാഗം മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ തൊലിയൊന്നും കളഞ്ഞെടുക്കുന്നില്ല. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴം ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ 2 മാങ്ങയും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ 2 മാങ്ങയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത്